ഹലോ ഗൈസ്, അപ്പോൾ എസാപ്പിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 22-ാം തീയതി. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എസാപ്പും ചേച്ചിയും ചേട്ടനും ജിജു ചേട്ടൻ കൂടി പോവുകയാണ്. ജിജു ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പം ഞങ്ങൾ 5 പേരും കൂടി ഇതേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ 3 പേരും റെഡിയായി നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ വരുവാണ്. അങ്ങനെ ഞങ്ങളെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ ബീച്ചിൽ പോണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളത് ഒറ്റമശ്ശേരി ബീച്ചിലാണ് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്നത്. അങ്ങനെ നമ്മളെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിത് എസാപ്പിയുടെ ഹലോ ഗൈസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എസാപ്പിക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇനിയുള്ള വീഡിയോയിൽ കാണാം കുറെ ബീച്ചിലായിട്ട് ഓടിപ്പോണ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ പിടിച്ചിട്ട് കിട്ടടല്ലോ കൊച്ചിനെ ബീച്ച് കണ്ട സന്തോഷത്തിൽ കൊച്ചി ഓടി 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 കളിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ നിന്ന് അങ്ങനെ ചേട്ടയുടെ കൂട്ടുകാരനാണ്, ചേട്ടയുടെ ദോസ്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ജുബിൻ എന്നാണ് ചേട്ടന്റെ പേര്. ജുബിൻ ചേട്ടന്റെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജുബിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും കൂടി ഫോട്ടോ വീഡിയോ എടുക്കണം, കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യണം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എസാപ്പിനെ താഴെ ഇറക്കിയത് എസാപ്പിയുടെ കടലിലോട്ടുള്ള ഓട്ടാണ്. അപ്പൊ നമ്മൾ നടക്കണ വീഡിയോ ആദ്യം എടുക്കാം, എന്നിട്ട് പിന്നെ കുറെ പോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ നിർത്തിയിട്ട് കൊച്ചതേ ഓടി ഓടി പോവുകയാണ്. നമ്മളെ ഫോട്ടോയോ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കണം. അവള് കടൽ കണ്ട ഇഷ്ടത്തിന് അവളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് നടക്കുവാണ്. കുറേയൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടൊന്നും നടക്കണില്ല. അപ്പൊ എസാപ്പിയുടെ ഈ ഡ്രസ്സിങ്ങിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട്, പക്ഷെ കൊച്ചു വെക്കണില്ല. ഞങ്ങൾ വെച്ചു കൊടുക്കും, കൊച്ചു ഒരു താഴെ ഇടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ കുറച്ചു നേരം നടന്നപ്പോഴത്തേക്കും ഓടിയൊക്കെ നടന്നപ്പോഴത്തേക്കും താഴെ വീണ്. പിന്നെ ഞങ്ങൾ കൈയൊക്കെ തട്ടി നേരെ എടുത്ത് അങ്ങനെ അടുത്ത ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഞങ്ങൾ പോവുകയാണ്. പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് ഭയങ്കര കടലും കൂടുതലായിരുന്നു. അതുപോലെ കൊച്ചു ഓടി ഓടി കടലിലെടുത്തിട്ട് പോണതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തു. അതായത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ജുബിൻ ചേട്ടൻ ആദ്യം പോയി, ചേട്ടനും ചേച്ചിയൊക്കെ കൂടി പുറകെ വരുന്നുണ്ട്. ഞങ്ങളെ രണ്ടുപേരുടെ നടുക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴും വലിയതൊന്നും ഇല്ലായിരുന്നു, ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ജുബിൻ ചേട്ടൻ കുറേയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേയൊക്കെ പറഞ്ഞിട്ടും കൊച്ചു നിൽക്കണില്ല, ഫോട്ടോയോ വീഡിയോ എടുക്കാനൊന്നും നിൽക്കണില്ല, ആൾ ഓടിക്കളയാണ്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തും, കൊച്ച് അപ്പുറത്തോട്ട് പോകും. അങ്ങനെ ഓടി 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 കളിയായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് കിട്ടി. പക്ഷേ എന്നാലും കൊച്ച് ഒരു സ്ഥലത്ത് നിൽക്കണില്ലായിരുന്നു. കടൽ കാണുമ്പോഴത്തേക്കും കൊച്ചിന് ഇഷ്ടം കൊണ്ട് വെപ്രാളം കൊണ്ട് കൊച്ച് ഓടി ഓടി പോകുന്നു. അങ്ങനെ ജുബിൻ ചേട്ടൻ്റെ വീഡിയോ എടുത്തപ്പോൾ ജുബിൻ ചേട്ടൻ പറഞ്ഞ് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനെടുത്ത്. അങ്ങനെ പിന്നെ നമ്മളിത് കുറച്ച് പൂവൊക്കെ പൂവ് അതിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അത് പറിച്ച് കൊച്ചിൻ്റെ കയ്യിലായിട്ട് കൊടുത്ത് ഞങ്ങളെല്ലാവരും പഠിച്ച പണി 18 നോക്കിയിട്ടും ഫോട്ടോയോ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല. എന്തൊക്കെ കുറച്ച് ഫോട്ടോയോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചേരം ഇരുത്തിക്കൊണ്ട് ഒരു ഫോട്ടോയോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാന്നൊക്കെ വെച്ച് ഇരുന്നപ്പോഴത്തേക്കും അവർ 3 പേരും കൂടി ഇരുന്നിട്ടൊന്നും കൊച്ചു സമ്മതിക്കണില്ല. കൊച്ചിന് ഇരിക്കേണ്ട, കൊച്ചിന് കടലിലോട്ട് ഓടിയാൽ മതി എന്നാണ് കൊച്ചിൻ്റെ മനസ്സിൽ പറയണമെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒരു ഹാർബർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടയും ജിജു ചേട്ടനും ജുബിൻ ചേട്ടനും എസാപ്പയും കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൂടി ആ ഹാർബർ പോലത്തെ സംഭവം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ജുബിൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ കയറി നല്ല രസമാണ്, അവിടുത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും, എങ്കിലും 3 സൈഡിലും കടലൊക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇടയ്ക്കൊക്കെ വൈകുന്നേരം ഇവിടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പീസ് നമുക്ക് കിട്ടും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും അവർ 3 പേരും കൂടി എസാപ്പിയുടെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസാപ്പിയുടെ ബർത്ത്ഡേ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എടുത്തിട്ട് വീഡിയോ കാണുന്നവരെ ബൈ.